ഹലോ ഗൈസ്, ബിഫോർ യു ജോയിൻ ഇൻ ഏവിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഇതിനെപ്പറ്റി കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് പറയാം. ഇന്ത്യൻ ഏവിയേഷൻ എസ്പെഷ്യലി ഗ്രൗണ്ട് സ്റ്റാഫ് ആൻഡ് ക്യാബിൻ ക്രൂവിൻ്റെ ലൈഫ് ഇറ്റ്സ് നോട്ട് വാട്ട് യു തിങ്ക്, ഇറ്റ്സ് നോട്ട് വാട്ട് യു ഹിയർ ആൻഡ് ഇറ്റ്സ് നോട്ട് വാട്ട് യു സീ. നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ ഗ്രൗണ്ട് സ്റ്റാഫിനും ക്യാബിൻ ക്രൂവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ശരിയാണ്, പുറത്തുനിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു എയർലൈൻ സ്റ്റാഫിന് കിട്ടുന്ന കുറച്ച് പേർക്സ് ഉണ്ട്, ലൈക്ക് ഫ്രീ ടിക്കറ്റ്സ്, അതുപോലെ തന്നെ ഓരോ ട്രെയിനിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണം, ആൻഡ് അതുപോലെ തന്നെ ഫാമിലിക്കായിട്ടുള്ള ഫ്രീ ടിക്കറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സാലറി ഓൺ ടൈം കയറുന്ന PF, ഗ്രാറ്റുറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഈവൻ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ നേരത്ത് ഓരോരോ ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും, നമുക്ക് അവിടെ ചുറ്റാം ഇവിടെ ചുറ്റാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻകാരും അല്ലെങ്കിൽ ഓരോ കോളേജുകാരും അല്ലെങ്കിൽ ഓരോ ചിലപ്പം ഈ ഒരു നിങ്ങളെ ജോലിക്ക് കയറ്റിത്തരാം എന്ന് പറഞ്ഞ ആൾക്കാരും നടക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. നിങ്ങളൊരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ടാണ് സെലക്ട് ആവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മഴയാവട്ടെ, വെയിലാവട്ടെ, തണുപ്പാവട്ടെ, ഏതൊരു കാലാവസ്ഥയാവട്ടെ, നിങ്ങളെ ഫ്ലൈറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ ഇറങ്ങുന്നുണ്ടോ, നിങ്ങൾ ആ ഒരു ടൈമിൽ റാമ്പിൽ ഇറങ്ങി ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരാളെയും വകവെക്കാണ്ട് നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. ഇതൊരിക്കലും നമ്മളൊരു കുറ്റമോ അല്ലെങ്കിൽ നമുക്ക് ജോലി തരുന്ന ഒരു കമ്പനിയുടെ കുറ്റമോ ഒന്നുമല്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ മെൻറ്റാലിറ്റീൻ്റെ പ്രശ്നമാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിലും കുറേ കോംപ്രമൈസ് അല്ലെങ്കിൽ കുറേ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സോ കോൾഡ് പോഷേ ലൈഫ്, എയർലൈൻ സ്റ്റാഫിന് കിട്ടുന്ന പോഷേ ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എയർലൈൻ സ്റ്റാഫിൻ്റെ സ്റ്റാർഡം എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ നല്ല യൂണിഫോം ഉണ്ടാവും, നല്ല ലാനിയാർഡ് ഉണ്ടാവും, എസിൻ്റെ ഉള്ളിലേക്കാണ് പണി തേങ്ങയാണ്. നിങ്ങൾ സെലക്ട് ആവുന്നത് ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെട്രോ സിറ്റിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ഡൽഹി, ഈ എയർപോർട്ടുകളിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ AC കുത്തിരിക്കുന്നത് വരെ ആകെ ഒരു AC കയറുന്ന വരെ ഓഫീസിൽ റിപ്പോർട്ട് ആകുമ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കയറും. ഇങ്ങനൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയോ 20,000, 25,000 അല്ലെങ്കിൽ കയറുമ്പോൾ 18,000, ഇതൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുള്ളൂ. പിന്നെ ഈ സ്റ്റാഫുകൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു കാരണം മൊത്തത്തിൽ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സോ കോൾഡ് കോളേജുകളാവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവട്ടെ, ഇവരിങ്ങനെ പറഞ്ഞിറക്കും, മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് നിങ്ങളെ ലൈഫ് സെറ്റാണ്. ഇവർ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഓരോ വർഷം 1-2 ബാച്ച് അല്ലെങ്കിൽ 3 ബാച്ച് മിനിമം ഒരു ബാച്ചെങ്കിലും പഠിച്ചിറങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ മലയാളീസിൻ്റെ ഇടയിൽ തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇതിൽ നിന്ന് എത്ര പേര് സെലക്ട് ആവുന്നുണ്ട്? ഒരു എയർലൈൻ സ്റ്റാഫ് വേണ്ട, ഒരു GHS സ്റ്റാഫായിട്ട് എത്ര പേര് സെലക്ട് ആവുന്നുണ്ട്? അത് നിങ്ങളെ തലച്ചോറ് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് ഓൾ ഫേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ആർക്കൊക്കെയാണോ ഷെയർ ആക്കി കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ഇറ്റ്സ് മീ ബാദ്ഷ സൈനിങ് ഓഫ്.